നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ്, ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരാത്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ജെൻഡർലെസ്സും ജനറൽ റീഡിങ്ങുമാണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്ന ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെയായിട്ട് റെസൊണേറ്റ് ആകും എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടുകളയുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡാണ്. 9 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഡെത്ത് കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കാൻ സമയമായിട്ടില്ല എന്നതാണ്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ആ ഒരു തേർഡ് പേഴ്സൺ വശീകരിച്ചെടുത്തതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വശീകരണം ബ്ലാക്ക് മാജിക് ചെയ്തിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളിൽ എന്തോ കഴിക്കാൻ കൊടുത്തിട്ടും ആണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉള്ള സമയത്തായിരുന്നു ഇത് ചെയ്തിരുന്നത് എന്നും കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ആ തേർഡ് പേഴ്സൺ വശീകരിച്ചെടുക്കാനുള്ള കാരണം സാമ്പത്തികവും. 2, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് തോന്നിയൊരു അട്രാക്ഷൻ കാരണവുമാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അകറ്റിയത് ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മദർ ഇൻ ലോ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർ മെയിനായിട്ടും നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിയെ അകറ്റാനുള്ള കാരണം സാമ്പത്തികം തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം ഇവർക്ക് വേണ്ടത്ര സാമ്പത്തികം ഇവരുടെ മകനിൽ നിന്നോ മകളിൽ നിന്നോ ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അകറ്റാനുള്ള മെയിൻ കാരണമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അറ്റൻഷനും സ്നേഹവും ഒരു കരുതലും, പിന്നെ സാമ്പത്തികം കൊടുത്തിരുന്ന അളവാണെങ്കിൽ പോലും നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലാണ് നിങ്ങളുടെ മദർ ഇൻ ലോയ്ക്ക് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പിരിക്കാനുള്ള കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും നിങ്ങളുടെ പാർട്ട്ണറിന് ഈ ഒരു അതായത് നിങ്ങളുടെ മദർ ഇൻ ലോ കഴിക്കാനും കുടിക്കാനും കൊടുത്തിരുന്ന ഫുഡ് ഐറ്റംസിൽ എന്തോ മിക്സ് ചെയ്ത് കൊടുത്തതായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മദർ ഇൻ ലോ ഒരുപാട് സീക്രട്സും ഒക്കെ നിറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച് ഒരു ദുരൂഹത നിറഞ്ഞ ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ആ ഒരു സ്ത്രീ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടുതലും നിങ്ങളെ മാനസികമായിട്ടാണ് ഉപദ്രവിച്ചത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ളവർ കൂടി നിൽക്കുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക, നിങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരം, നിങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാത്ത രീതിയിലുള്ള സംസാരം, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ മദർ ഇൻ ലോയിൽ നിന്നും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ടോണ്ടിരുന്ന കാര്യങ്ങൾ. നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായില്ല എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വീട്ടുകാർ എന്ന് പറയുന്നത് അവിടെ ലേഡി ഫിഗറിനെ തന്നെയാണ് കാണിക്കുന്നത്. അതൊരു മദർലി ഫിഗറിനെയാണ് കാണിക്കുന്നത്. അപ്പം അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അമ്മയാകാം, പെങ്ങളാകാം, കുഞ്ഞമ്മയാകാം, അപ്പച്ചിയാവാം, അതുപോലുള്ള ഏത് മദർ ഫിഗർ വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇവിടെ പറയുന്നത് തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ തട്ടിയെടുക്കാനുള്ള കാരണം ആ ഒരു ആളോട് തോന്നിയ അട്രാക്ഷൻ മൂലമാണ് എന്നതാണ്. അട്രാക്ഷൻ തോന്നാൻ പല കാരണങ്ങളും ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ബുദ്ധിയും സാമർഥ്യവും
ശരീരഘടനയും ഒക്കെ കണ്ടിട്ട് തോന്നിയ അട്രാക്ഷൻ മൂലമാണ് ആ തേർഡ് പേഴ്സണിന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് അട്രാക്ഷൻ തോന്നിയതും അവരെ തട്ടിയെടുക്കണം എന്നുള്ള മനോഭാവം വന്നതും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വർക്കുമായിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട ഒരാളായിട്ടാണ് ഇവിടെ തേർഡ് പേഴ്സണിനെ ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ഈ തേർഡ് പേഴ്സൺ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കഴിച്ചിട്ടുണ്ടാകാം, അമ്പലത്തിലെ പ്രസാദം കഴിച്ചിട്ടുണ്ടാകാം, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരിൽ വഴിപാട് കഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊണ്ടു കൊടുത്തത്. നിങ്ങൾ തമ്മിലുള്ള, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനും തല്ലിപ്പിരിയാൻ വേണ്ടിയിട്ടും ഈ ഒരു തേർഡ് പേഴ്സൺ മറ്റെന്തോ കാര്യം ചെയ്തതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. മറ്റെന്തോ കാര്യം എന്ന് ഉദ്ദേശിച്ചത് ഈ ബ്ലാക്ക് മാജിക് തന്നെയാണ്. ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നാണയമോ, അത് 1 രൂപയുടെ ഒരു കോയിൻ ആവാം, അല്ലെങ്കിൽ ഒരു ചെറിയ കല്ല് പോലിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു ആകാം. അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ കൈവശമുള്ള എന്തോ ഒരു കാര്യത്തിലാണ് എന്തോ ഒരു സാധനത്തിലാണ് ഈ തേർഡ് പേഴ്സൺ ഈ കോയിൻ അല്ലെങ്കിൽ ഈ ഒരു കല്ല് പോലത്തെയുള്ള ഐറ്റം കൊണ്ടുവന്ന് വെച്ചത് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ ചിന്തകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും സ്വന്തമായിട്ട് പോലും ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതായത് ആ വ്യക്തി ഏത് ദിശയിലാണോ സഞ്ചരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ദിശയിൽ ആ വ്യക്തിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി ദിശ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തത് ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ തേർഡ് പേഴ്സൺ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്ത് കൊടുത്ത വസ്തുവിൽ നിന്നും ആണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ഇത്രയും മാറ്റം സംഭവിച്ചത്. ഈ ഒരു ലേഡി ഫിഗർ എന്ന് പറയുന്നത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ നല്ല രീതിയിൽ കുറുക്കൻ്റെ ബുദ്ധിയുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ആ വ്യക്തിയുടെ, അതായത് ഈ തേർഡ് പേഴ്സണിൻ്റെ തീരുമാനം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് നിറഞ്ഞൊരു സ്ത്രീയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു സ്ത്രീക്ക് ഭംഗിയില്ലെങ്കിൽ പോലും അവരുടെ സംസാരം കൊണ്ട് അവർ മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ആ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് വേറൊരു കാര്യം നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ട്. അതെന്തെന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കുറേ നാൾ മുൻപോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് മാറ്റിയെടുക്കാനും നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ തട്ടിയെടുക്കാനും ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഈ തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിലും ഒരുപാട് ദ്രോഹം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ തേർഡ് പേഴ്സണിൽ നിന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ടായ ആ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനും കാവലായി ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സമയമാകുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും ഈ തേർഡ് പേഴ്സൺ തട്ടിയെടുത്ത്, അതായത് തേർഡ് പേഴ്സൻ്റെ കൈകളിലാക്കിയ പല കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മദർ ഇൻ ലോ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത സാമ്പത്തികം തട്ടിയെടുത്തു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ സാമ്പത്തികം ഇവർ തട്ടിയെടുക്കാനുള്ള കാരണമായി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹോദരങ്ങൾക്ക് പങ്കിട്ട് നൽകുവാൻ വേണ്ടി ആയിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും കാലവും നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ ലൈഫിൽ വരുന്നതിന് മുന്നേ അവരുടെ കൈകളിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുപാട് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ട്.
നിങ്ങൾ ആ വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന സാമ്പത്തികത്തിൻ്റെ അളവ് കുറഞ്ഞു. ആ കുറഞ്ഞതിൻ്റെ പേരിൽ ഈ തേർഡ് പേഴ്സണിന് ഭയങ്കര അധികം നിങ്ങളോടും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയോട് ഭയങ്കര അധികം മാനസികമായിട്ടും നല്ല രീതിയിൽ ദേഷ്യം വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു നീച പ്രവൃത്തി ഈ തേർഡ് പേഴ്സൺ ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് പോലും വില കൽപ്പിക്കാതെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു നീചമായ പ്രവൃത്തി ചെയ്തത്. കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനിയും അധികകാലം നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വരില്ല. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരി. നിങ്ങളോട് അവർ ചെയ്ത എല്ലാ തരം ദ്രോഹങ്ങളും അവസാനിക്കാൻ സമയമായി. കുറച്ച് നാൾ കൂടെ നിങ്ങൾ ക്ഷമിക്കുക. കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ എത്രത്തോളമാണോ അവർ വിഷമിപ്പിച്ചത്, അവരുടെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളമാണോ നാശം സൃഷ്ടിച്ചത്, അതിനേക്കാൾ 10 മടങ്ങ് നാശം അവരുടെ ജീവിതത്തിൽ ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, ധൈര്യമായി മുമ്പോട്ട് പോവുക. യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉറപ്പായിട്ടുമുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. ആരാണ് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം ചെയ്തതെന്നും ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു എന്നും കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞായറാഴ്ച ദിവസം സെക്കൻഡ് ബാച്ചിൻ്റെ 7 ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിങ് മെഡിറ്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയാണ് ക്ലാസ്. താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 7 ദിവസത്തെ കോഴ്സാണ്. നിങ്ങളുടെ ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ച ജീവിത ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ബേൺ ഫയർ എന്നാണ് കോഴ്സിൻ്റെ പേര്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.